നമസ്കാരം. ഐ+ന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്യാം. കൃഷ്ണാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്? കൃഷ്ണാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്? ഒന്ന് കൃഷ്ണഗാഥ, കൃഷ്ണകർണാമൃതം, കൃഷ്ണഗീതി, കൃഷ്ണലീല. ഏതായിരിക്കാം? കൃഷ്ണഗീതിയെ അടിസ്ഥാനമാക്കിയാണ് കൃഷ്ണാട്ടം അവതരിപ്പിക്കുന്നത്. കൃഷ്ണാട്ടം അവതരിപ്പിക്കുന്നത് ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? കൃഷ്ണഗീതിയെ അടിസ്ഥാനമാക്കിയാണ് അവതരിപ്പിക്കുന്നത്. കോഴിക്കോട് മാനവേദ രാജാവാണ് കൃഷ്ണഗീതി രചിച്ചിരിക്കുന്നത്. സംസ്കൃത ഭാഷയിലാണ് കൃഷ്ണഗീതി രചിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും കൃഷ്ണാട്ടം അവതരിപ്പിക്കുന്ന ക്ഷേത്രസന്നിധി നമ്മൾ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞതായിരുന്നു. എവിടെയാണ്? ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിലാണ്. ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഏത്? മനുഷ്യാലയ ചന്ദ്രിക, തന്ത്രസമുച്ചയം, മയമഥം, ശില്പരത്നം. ഏതായിരിക്കാം? ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം തന്ത്രസമുച്ചയത്തിലാണ് ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. തന്ത്രസമുച്ചയത്തിലാണ് ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വേദാംഗങ്ങളുടെ സംഖ്യ. വേദാംഗങ്ങൾ എത്ര? വേദങ്ങൾ 4. വേദാംഗങ്ങൾ എത്ര എന്ന് പറഞ്ഞത്? വേദാംഗങ്ങൾ 6 എന്നാണ്. വേദാംഗങ്ങൾ 6 വേദാംഗങ്ങൾ 6 വേദാംഗങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച, വൃശ്ചിക മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച, ധനുമാസത്തിലെ അവസാനത്തിലെ ബുധനാഴ്ച, ചിങ്ങമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച. ഇതാണ് കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം എന്ന് ചോദിച്ചാൽ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ്. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത്. കുചേല ദിനം എന്നാണ്? ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ്. നാരായണീയം എന്ന സ്തോത്രകാവ്യം രചിച്ചത് ആര്? നാരായണീയം എന്ന സ്തോത്രകാവ്യം രചിച്ചത് ആര്? വില്ലുമംഗലം സ്വാമിയാർ, ലീലാശുകൻ, ജയദേവൻ, നാരായണ ഭട്ടാതിരിപ്പാട്. നാരായണ ഭട്ടാതിരി. എന്തായാലും വില്ലുമംഗലം സ്വാമിയാർ, അതാണ് കൃഷ്ണനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി. അപ്പം ഒരിക്കലും വില്ലുമംഗലം സ്വാമിയാരെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്ന അങ്ങോട്ടാണ്. എഴുതിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നാരായണ ഭട്ടാതിരിയാണ് നാരായണീയം എന്ന സ്തോത്ര കാവ്യം രചിച്ചിരിക്കുന്നത്. നമ്മൾ നാരായണീയം ആരുമായി ബന്ധപ്പെട്ടതാണ്? ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട കാവ്യമാണ്. അപ്പം വില്ലുമംഗലം സ്വാമിയാരും ശ്രീകൃഷ്ണനുമായിട്ട് അടുപ്പമുള്ളതാണ് നമുക്ക് പെട്ടെന്ന് ചിന്ത വരും. ഒരിക്കലും വില്ലുമംഗലം സ്വാമിയാരല്ല, നാരായണ ഭട്ടാതിരിയാണ് നാരായണീയം എന്ന സ്തോത്ര കാവ്യം രചിച്ചത്. നാരായണ ഭട്ടാതിരിയാണ്. വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊട്ടാരക്കര, ചോറ്റാനിക്കര, തൃക്കാക്കര, രാമനാട്ടുകര. അറിയാമല്ലോ, വാമനെ ആരാധിക്കുന്ന എവിടെയാണ്? തൃക്കാക്കരയിലാണ്. വാമനെ ആരാധിക്കുന്ന ക്ഷേത്രം, വാമന ക്ഷേത്രം എവിടെയെന്ന് വെച്ചാൽ തൃക്കാക്കരയിലാണ്. പുരാണങ്ങളുടെ എണ്ണം 10, 14, 16, 18. പുരാണങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചത്? 18 പുരാണങ്ങൾ എന്നാണ് പഠിച്ചിട്ടുള്ളത്. പുരാണങ്ങൾ 18 പുരാണങ്ങളാണ്. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥമാണ് ആത്മാവ്, ബുദ്ധി, ശരീരം, മന്ദിരം. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം ആത്മാവ്, ബുദ്ധി, ശരീരം, മന്ദിരം എന്നാണ്. ഇതിലേതായിരിക്കും? ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം ശരീരം എന്നാണ്. ക്ഷേത്രത്തിന് എന്ത് അർത്ഥമാണ് കൂടുതൽ? ശരീരവുമായി ബന്ധപ്പെട്ടാണ്. ക്ഷേത്രത്തിന് ഭഗവതിയിൽ നൽകിയിരിക്കുന്ന അർത്ഥം എന്താണ്? ക്ഷേത്രം ശരീരം എന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. സോപാന സംഗീതം മുഖ്യമായി ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത്? ഗീതാഗോവിന്ദം, ഹരിവംശം, മുകുന്ദമാല, ശ്രീകൃഷ്ണ കർണാമൃതം. സോപാന സംഗീതം മുഖ്യമായും ഏത് ഗ്രന്ഥത്തെ അവലംബമാക്കിയാണ്? ഗീതാഗോവിന്ദവുമായി ബന്ധപ്പെട്ടതാണ് സോപാന സംഗീതം. സോപാന സംഗീതം ഗീതാഗോവിന്ദം എന്ന ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത്. ഗീതാഗോവിന്ദവുമായി ബന്ധപ്പെട്ട സംഗീതമാണ് സോപാന സംഗീതം. സോപാന സംഗീതം ഏത് ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത് വെച്ചാൽ ഗീതാഗോവിന്ദവുമായി ബന്ധപ്പെടുത്തിയാണ്. വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? പാലക്കാട്, തിരുവനന്തപുരത്ത്, ഗുരുവായൂരിൽ, തഞ്ചാവൂരിൽ. പാലക്കാട് എന്നാണ്. പാലക്കാട്, തിരുവനന്തപുരം, ഗുരുവായൂർ, തഞ്ചാവൂർ. എവിടെയാണ് നടക്കുന്നത്? ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂർ. എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാ വർഷവും ചെമ്പൈ സംഗീതോത്സവം അരങ്ങേറുന്നത് ഗുരുവായൂർ വെച്ചാണ്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വർക്കൗട്ട് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.